ഇതൊക്കെ ഞാൻ ഒറ്റ തവണ കാണിച്ചു തരുള്ളൂ, വേണേ കണ്ടുപഠിച്ചോണം. കൊള്ളാം, സെറ്റപ്പായ അത് മതി. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കളറായാണ്. ഞാനിപ്പോൾ ഉള്ളത് നെയ്യാർ ഡാമിലാണ് കേട്ടോ. നെയ്യാർ ഡാമിൽ വന്നത് വേറൊന്നും കൊണ്ടല്ല. ഓടെ നെയ്യാർ ഡാമിൽ വന്നതേ ഞാൻ ഈ വണ്ടിയുടെ ടയറൊന്ന് മാറണം. ഇതിപ്പോൾ നമുക്ക് സെയിലിന് വന്ന വണ്ടിയാണ്. വണ്ടി സെയിലായി കേട്ടോ, വണ്ടി സെയിലായി. ഇപ്പോൾ ടയറൊന്ന് മാറണം, പിന്നെ വണ്ടി ഒന്ന് വൃത്തിയാക്കണം, വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കഴുകാൻ നമുക്ക് വേറെ കുഴപ്പമില്ല. പക്ഷേ കഴുകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മളെ കൈ എത്താത്ത ദൂരങ്ങളിൽ ഇരിക്കുന്ന അഴുക്കൊന്നും പോകില്ല കേട്ടോ. അഴുക്ക് മീൻസ് ഇതിലിരിക്കുന്ന ചെളികൾ കേട്ടോ, അത് പോകില്ല. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു എന്തായാലും വണ്ടി ഒന്ന് കഴുകി സെറ്റാക്കി കൊണ്ടുവന്നു. പിന്നെ വേറെ വീഡിയോ കണ്ടന്റ് ഒന്നും ഇല്ലടേ, അതുകൊണ്ട് വിചാരിച്ച് ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് കൊണ്ടുപോകണം. പിന്നെ NS എനിക്ക് ഇതിനിടയ്ക്ക് കുറച്ച് വണ്ടികൾ സെയിലിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു പണി കിട്ടിയത് NSലാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വണ്ടി NS സെയിൽ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. VS6 കുഴപ്പമില്ല, VS6 നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ വേറെ സീനില്ല. പക്ഷേ മറ്റത് എപ്പോഴാണ് പണി പറഞ്ഞതെന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് CD ഉണ്ട് എപ്പോഴാണ് അടിച്ചു പോകണമെന്ന് ഒരു കാരണവശാലും എനിക്കറിയാൻ പറ്റില്ല. വണ്ടി ഒന്ന് നോക്കണം, മെക്കാനിക്കിന് പോലും അറിയാൻ പറ്റില്ല അതിൽ എപ്പോഴാണ് പണി കിട്ടുന്നത്. എനിക്കിത് ഇതിൻ്റെ ഒരു വിഷു വരുന്നത് കേട്ടോ. അതാണ് ഞാൻ ക്യാമറ ഓണാക്കി പോരാൻ ഭയങ്കര അഴകി തന്നെ കേട്ടോ. ശരിക്കും ഇവിടെ കുളിച്ച് ഗൈസ്, അതെ ഞാൻ വലിയ വിസ്തരിച്ച് സംസാരിച്ച് കൊണ്ട് പോയതാണ്. ആൾക്കാരൊക്കെ എന്നെ നോക്കണം. ഞാൻ 100-150 പ്രാവശ്യമായി ഞാൻ കൊണ്ട് ചോട്ടു. ഇനി വന്നു കഴിഞ്ഞാൽ അടി കിട്ടും കേട്ടോ, ഉറപ്പാണ്. കാര്യം ഞാൻ പൈസ കൊടുത്തിട്ട് മൈക്ക് വാങ്ങിച്ചു വെച്ചടേ, കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റിയിലും ഇതൊക്കെ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് ഫസ്റ്റ് വീഡിയോ എടുത്തു നോക്കി. ആ വീഡിയോയിൽ കംപ്ലീറ്റ് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതെല്ലാം കൂടെ കെട്ടിപ്പൂട്ടി ഇന്നിതാ ഹെൽമെറ്റിനകത്ത് വെച്ച് സെറ്റ് ചെയ്ത് വീഡിയോ എടുത്ത് വരാമായിരുന്നു. എൻ്റെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെക്കോർഡാവണത്. എവിടെ പണ്ടാരം ഇതുവരെ കറക്റ്റ് വോയിസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി. ഞാൻ ഇപ്പോൾ ടയർ എടുക്കാൻ വേണ്ടി നമ്മുടെ അബീർ എടുത്ത് വന്നേനെ കേട്ടോ. അപ്പോൾ ഈ സംസാരിക്കണ പോലും സാധനം കിട്ടുമോയെന്ന് പോലും സംശയമാണ്. എന്തോ വിശ്വസിച്ച് ഈ മൈക്കും കൊണ്ടുപോകും ഞാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ട്രാക്ക് ഫാമിലാണ് കേട്ടോ നമ്മൾ ടയർ എടുക്കാൻ വേണ്ടി വന്നാൽ. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, നമ്മളെ പയ്യനാണ്. അപ്പം അവന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാണ്. പിന്നെ പ്രൊമോഷൻ അല്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാശ്, ഇത് കസ്റ്റമർ എനിക്ക് തന്ന കാശാണ്. ഈ കാശിന് ഞാൻ ടയർ മാറണമെന്നേ ഉള്ളൂ, അല്ലാതെ ഇതിൽ പ്രൊമോഷനും ഇല്ലൊരു കുഴപ്പമില്ല. അങ്ങോട്ട് മൈക്കിരിക്കണുണ്ട്, ചില സമയം ഇതിനായിട്ട് തറയിലടിച്ചിട്ട് പോകാൻ തോന്നും. എന്തായാലും അവൻ ഒന്ന് വന്നിട്ട് നമുക്ക് എന്തായാലും ടയർ വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് പോവാം. ഇതിപ്പോൾ എങ്ങനെ നീ ആന അവിടെ തറയിട് എടാ, അങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഇത് വളഞ്ഞു പോകും. തലയിൽ കൂടെ ഇട്ടാലല്ലേ, അങ്ങനെയല്ല ഇത്. അതിന് വീടാ അതിൻ്റെ പുറത്ത്. ഇതൊക്കെ ഞാൻ ഒറ്റ തവണ കാണിച്ചു തരുള്ളൂ, വേണേ കണ്ടുപഠിച്ചോണം. അമ്മച്ചി വെയില് ഓടാ വിട്ടോ. നമ്മൾ ടയർ എടുത്തു. ഇനി ഈ സാധനം കൊണ്ട് മാറണം കേട്ടോ. അതുവരെ പോണ പാടാണ്. 8-10 നമ്മുടെ ചെറുക്കൻ്റെ ഇൻസ്റ്റാ ഐഡി ട്രാക്ക് ഫാം എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. വേറെ ഒന്നും നോക്കണ്ട, ട്രാക്ക് ഫാം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ ടയർ തരും, അത് ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ എൻ്റെ കാര്യം പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞത് എന്നങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. എനിക്കിതൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ. പിന്നെ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ആവണമെന്നാണ് ഇപ്പോൾ ഡൗട്ട്. ഭയങ്കര വിഷമം തോന്നും കേട്ടോ. നമ്മളെ ഭയങ്കര സന്തോഷത്തോടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് പറഞ്ഞതായിരിക്കും. പിന്നെ ഇന്ന് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞു കേട്ടോ, അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിവിടെ. അപ്പോൾ ഈ വണ്ടി ഓക്കേടാ, ഈ വണ്ടി സെറ്റാണ്. കാര്യം വണ്ടി ഏകദേശം 23,584 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ സിറ്റിയിൽ നിന്ന് വീട് വരെയും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങണം. വണ്ടി കൊണ്ടുവന്നിട്ട് അന്ന് ഞാൻ നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് നോക്കി. പിന്നെ അതുപോലെ അമീർ വന്ന് വണ്ടി നോക്കിയേട്ടാ. പിന്നെ അവൻ നോക്കിയാൽ പിന്നെ ഞാൻ വേറെ ഒന്നും വയ്ക്കില്ല, അത്രയേ ഉള്ളൂ. അവൻ നോക്കിയിട്ട് പറയും, ചേട്ടാ ഇന്ന പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ എടുക്ക് എന്ന് പറയണ വണ്ടികളുണ്ട്. വണ്ടി ഓടിച്ചോണ്ട് വെച്ചതിന് ശേഷം പറയും തുടരരുത്, വാ പോവാ എന്ന് പറയും. അത് നമ്മൾ എടുക്കാൻ വേണ്ടി പോവില്ല. കോർണർ ഇങ്ങനെ എടുക്കണ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, എൻ്റെ കക്ഷത്താണ് ടയർ ഇരിക്കണത് കേട്ടോ. പിന്നെ ബാക്ക് 150 ഇപ്പോൾ എടുത്തത്. അത് കണ്ടാൽ അത്രയും തോന്നില്ലെങ്കിലും 150 ടയറിൻ്റെ സൈസ്. ഫ്രണ്ട് നമ്മളെ സ്റ്റോക്ക് സൈസ് തന്നെയാണ് കേട്ടോ. പിന്നെ 150 വാങ്ങിച്ച വേറെ ഒന്നും കൊണ്ടല്ല, കിടക്കുമ്പോൾ നല്ല ടയർ കിടക്കട്ടെ എന്ന് വിചാരിച്ചു.
പിന്നെ കൊണ്ടുപോയി ടയർ മാറണം. അത് കഴിഞ്ഞ് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. പിന്നെ ഞാൻ എവിടെയെങ്കിലും ചവിട്ടാം. പറഞ്ഞ കാര്യം റെക്കോർഡായെന്ന് നോക്കട്ടെ. റെക്കോർഡാവണേ ദീപവി ശരിക്കും എൻ്റെ മയക്കിരിക്കണ കണ്ടാലേ ഇപ്പോൾ ഒരുമാതിരി കിഴി കെട്ടി വെച്ചേക്കും പോലെയാണ്. ഓവറായിട്ട് സൗണ്ട് കയറുമ്പോഴേ മൈക്ക് പതറുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം, ഇനി ബൈക്ക് റൈഡില്ലേ, ബൈക്ക് സെയിൽ മാത്രമായോ, ബൈക്ക് റൈഡ് ഇനി ചെയ്യില്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർ ഒരു കാരണവശാലും ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തൂല എന്നൊരു വാക്കേ ഞാൻ എന്തായാലും പറയണുള്ളൂ. എന്ന് സാധിക്കും, എങ്ങനെയൊക്കെ പോകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഡെയിലി വരുന്ന വീഡിയോസ് രാവിലെ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യണത്, ഇതൊക്കെയാണ് പോണത് കേട്ടോ. ചിലരെന്തോ മറ്റേ ഡേ ഇൻ മൈ ലൈഫാ അങ്ങനെയൊക്കെ ചെയ്യൂലേ. നമ്മൾ അത്രത്തോളം വരൂലെങ്കിലും ഞാൻ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ബൈക്ക് എൻ്റെ മെയിൻ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബൈക്ക് സെയിൽ നടക്കുന്നതുകൊണ്ട്, അപ്പോൾ അതാണ് എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം കേട്ടോ. അപ്പോൾ അതാണ് സംഗതി. പിന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കേട്ടോ, ഞാനത് വ്യക്തമായിട്ട് പറയാം. പിന്നെ ഞാനും ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ നമ്മളാ ഒരു പാറ്റേൺ പിടിച്ചിട്ട്, അതായത് യൂട്യൂബിൽ നിന്ന് കാശ് കണ്ടെത്തണം എന്നൊരു ഐഡിയയോടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ഈ വഴി തിരഞ്ഞെടുക്കരുത്. ഈ വഴി തിരഞ്ഞെടുക്കരുതെന്ന് പറഞ്ഞത് കാര്യം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള റവന്യൂ ഒരു കാരണവശാലും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ കാശ് ഇറങ്ങും കേട്ടോ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ. അത് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കേസാണ്. നമുക്കൊന്നും ആരും പറഞ്ഞു തരാനൊന്നും ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് പറ്റിയിട്ടുള്ള കുറച്ച് മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ ചില അബദ്ധങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഒരു കാരണവശാലും നമ്മുടെ പുറകെ പറഞ്ഞ ഒരാൾക്ക് അത് സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരണം. അല്ലാതെ എനിക്ക് തലയ്ക്ക് പ്രാന്തൊന്നുമില്ല ഒരു ക്യാമറ ഓണാക്കി വണ്ടി ഓടിച്ച് ഈ വക കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോകാൻ. നമ്മളെ വ്ളോഗ് കണ്ടിട്ട് ഒരുപക്ഷെ ചിലരിങ്ങനെ ആഗ്രഹിക്കും, അയ്യോ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം, ഈ പുള്ളിക്കാരന് നല്ല റവന്യൂ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും എന്നൊക്കെ ചിലർ തെറ്റിദ്ധരിക്കാം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു കാരണവശാൽ അങ്ങനെ ഒരു ധാരണ പാടില്ല. നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് പച്ചയ്ക്കങ്ങ് പറയണമെന്നുള്ളൂ. ഇതെല്ലാവരും പറയില്ല. അടുത്തൊരുത്തൻ കുഴിയിൽ പെടരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുള്ളൂ. കുഴിയിൽ മീൻസ് ഒരു കാരണവശാൽ കടത്തിലൊന്നും പെടാൻ പാടില്ലടാ. കടം പെട്ട് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ മറ്റുള്ളവരടുത്ത് കടം ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾ പൊയ്ക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ അടുത്ത് ഒരു വിലയില്ലാത്ത ഒരാളായി മാറും കേട്ടോ. അത് ഞാൻ വ്യക്തമായിട്ട് പറയണത് ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ഒരാളുടെ അടുത്തും 1 രൂപയും കടം ചോദിച്ച് പൊയ്ക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അതൊരു എന്താ പറയുക, ഒരു വിലയില്ലാത്ത രീതിയിൽ അത് പോകും. പക്ഷെ തോറ്റ് പിന്മാറാൻ എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇടിച്ചിടിച്ച് മുമ്പോട്ട് തന്നെ പോകും, ഇനി തോറ്റാലും ജയിച്ചാലും. ഓക്കേ, അങ്ങനെ കള്ളിക്കാട് എത്തി കേട്ടോ. കള്ളിക്കാട് ഇവിടെ ഒരു ടയർ മാറുന്ന സ്ഥലമുണ്ട്. നമുക്കെന്തായാലും ഇവിടെ കൊടുത്ത് മാറാം. ഞാൻ നേരത്തെ ടയർ മാറാൻ വേണ്ടി ഇവിടെയാണ് കൊണ്ട് കൊടുക്കാറ്. അപ്പോൾ ആളുണ്ടോ എന്തോ, ആളുണ്ട്. അത് നമുക്കെന്തായാലും ടയർ മാറിയിട്ട് ഇവിടെ നേരെ വണ്ടി വാഷ് ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അമ്മച്ചി ഈ ട്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോ, ഇനി ആരും പറഞ്ഞു തരുമല്ലോ വന്നു. ഓക്കെ, ഹെൽമെറ്റ് ഊരി എടുത്തു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഇതങ്ങനെ ടയർ ഇട്ടേട്ടാ. ടയർ ഒരു രക്ഷയില്ല, 150 ബാക്കി കിടക്കണം കേട്ടോ. ഓടാ, ഓക്കെ. ഫ്രണ്ട് ബാക്കും ടയർ സെറ്റ് ടയർ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, അങ്ങനെയാണ് എടുത്തത്. പോടാ ടയർ. നിങ്ങൾക്ക് ഈ ഭാഗത്ത് ആർക്കെങ്കിലും മാറണമെങ്കിൽ നിങ്ങളിവിടെ കൊണ്ടുപോകട്ടോ. നോക്കി വെച്ചോ, ശാസ്ത നമ്മളെ ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടടുത്തേട്ടാ. ഓക്കെ, ഇപ്പോൾ സെറ്റ്. പിന്നെ ഞാൻ ഈ പറയണ കാര്യങ്ങൾ റെക്കോർഡ് ആവണോ എന്നാണ് മനസ്സിലൊരു സംശയം. പിന്നെ ആ ടയർ മാറാൻ അവിടെ കൊണ്ടുവരാൻ പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നമ്മളൊരു പയ്യനാണ് അവിടെ നിൽക്കണേ. പിന്നെ നല്ല ഡീലിംഗ് ആണ് അവിടുത്തെ ചേട്ടനായിരുന്നാലും. നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുള്ളൂ, കരി വരില്ല. അടിപൊളിയായിട്ട് ടയർ ഇട്ട് തരും. ഓക്കെ, ഇനി എന്തായാലും വണ്ടി ഒന്ന് കൊണ്ടുപോയി വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് സെറ്റാക്കിയിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് തിരിച്ച്. നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഒരു വണ്ടി കൊണ്ടുപോകും. പിന്നെ ഇതുപോലെ നല്ല നല്ല വണ്ടികൾ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ഇടാം. നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിപ്പോൾ ഫിനാൻസ് ഇട്ടാണ് എടുത്തത് കേട്ടോ. ഫിനാൻസ് സെക്കൻഡ് ഫിനാൻസ് നോക്കിയിടണം. പക്ഷേ ഞാനിപ്പോൾ ചെയ്തു കൊടുക്കുന്നത് വേറൊരു ടീമിൻ്റെയാണ് കേട്ടോ. അത് വലിയ കുഴപ്പമില്ല. സുപ്ര എന്ന് പറയും, സുപ്ര ഫിനാൻസ് എന്ന് പറയും.
വലിയ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഒന്നിന് പകരം ഒരു 9 എണ്ണം നോക്കി നോക്കണം, EMI കാര്യങ്ങളെല്ലാം. അപ്പം ഞാൻ പറയണത് കേട്ടിട്ട് എടുക്കാൻ വേണ്ടി നിൽക്കരുത്, പ്രത്യേകിച്ച് ഫിനാൻസിൻ്റെ കേസ്. എനിക്ക് പറയാമെന്നുള്ള കേസാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. അപ്പോൾ സെക്കൻഡ് ഫിനാൻസ് ഇടുമ്പോൾ മാക്സിമം ഫസ്റ്റ് അടയ്ക്കുന്ന പേയ്മെൻറ്റ് കൂടുതൽ അടയ്ക്കാൻ വേണ്ടി എത്ര നിങ്ങൾക്ക് ഫസ്റ്റ് അടയ്ക്കുന്ന കൂട്ടി അടയ്ക്കാൻ പറ്റുമോ അത്രത്തോളം റിസ്ക് എലമെൻറ്റ് കുറഞ്ഞിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞത് സെക്കൻഡ് ബൈക്ക് എടുക്കുമ്പോഴേ, ഇപ്പോൾ സെക്കൻഡ് ബൈക്ക് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലെന്തെങ്കിലും വേറെ എന്തെങ്കിലും പണിയോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നാൽ EMIയും നിങ്ങൾ ഈ പണി എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ചിലപ്പം പെട്ടുപോകും. അതുകൊണ്ട് ഫസ്റ്റ് അടയ്ക്കുന്ന എമൗണ്ട് മാക്സിമം കൂട്ടി അടച്ചു കഴിഞ്ഞാൽ പലിശയും കുറയും. നിങ്ങൾ അവസാനം ലോൺ ക്ലോസ് ചെയ്യുന്ന നേരത്തിന് വണ്ടിയുടെ എമൗണ്ടും കയ്യിൽ നിൽക്കും കേട്ടോ. വണ്ടി സെറ്റഡേ. ഞാൻ ഇതുവരെ NS കൊടുത്ത NSൽ സെറ്റപ്പ് NS ചേട്ടാ. ഞാൻ ഇങ്ങോട്ടൊന്നിപ്പോൾ ഒരു ചെറിയൊരു കാര്യം ആലോചിച്ചുകൊണ്ടുവന്നേ. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണോ നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടത് കേസാണിത്. ഇതിപ്പോൾ സർവീസ് സെൻ്ററിലോട്ട് പോകണം, വണ്ടി കഴിയുമ്പോൾ പോകണം. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ ഇതെന്തൊക്കെയാണ് ചെയ്തുകൊണ്ട് നടക്കണേന്നേ. ബൈക്കിൻ്റെ സെയിൽ ചെയ്യണതും എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചതായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്, ഞാൻ ഇൻഫ്ലുവൻസർ ഒന്നുമല്ല. എന്നെ കണ്ട് ആരും പഠിക്കണ്ട, എനിക്കതിൽ താല്പര്യമില്ല എന്നെ കണ്ട് പഠിക്കാനായിട്ട്. എന്നെ പോലെ ആവരുത് ആരും. അതൊന്നും ആലോചിക്കാൻ കൂടെ വയ്യ കേട്ടോ. പഴയ കാര്യങ്ങളൊക്കെ സത്യം. ഞാനത് പിന്നീട് ഏതെങ്കിലും വ്ളോഗിൽ നമുക്ക് അതിനായിട്ടൊരു സെപ്പറേറ്റ് വ്ളോഗ് എടുക്കാം. പണ്ട് ചെന്നിരിക്കുന്നൊരു സ്ഥലമുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു സെപ്പറേറ്റ് നമുക്കൊരു റൈഡ് വയ്ക്കാം. ഒരുപാട് നാളായി റൈഡ് പോയിട്ട് കേട്ടോ. ഓക്കെ. നമ്മളെല്ലാം അന്യത്തിൻ്റെ ആൾക്കാരാണ്. ഉറച്ച് വിളിക്കണമെന്നില്ല, ജസ്റ്റ് ഒരു ആക്ഷൻ കൊടുത്താൽ മതി, അപ്പോൾ അവർക്ക് മനസ്സിലാവും. എടാ ഇതൊന്നും പ്രൊമോഷനല്ലേ ഇടേ, ഞാൻ ഇതൊക്കെ എല്ലാം കാശ് കൊടുത്ത് ചെയ്യണതാണേ. എന്ത് ചെയ്താലും അതിൻ്റെ താഴെ വന്നിട്ട് അവൻ്റെ അമ്മായപ്പൻ്റെ ഉറിയെന്ന് പറയും. എനിക്കതാണ് ഭ്രാന്ത് പറഞ്ഞത്. ടയർ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഡിമാനിയ. ഞാൻ ഇവിടെ കൊടുത്താണ് എൻ്റെ വണ്ടി ഇടണത്. വണ്ടി വാഷ് ചെയ്യണം, നിങ്ങൾ നിന്ന് കാണും, അപ്പോൾ മനസ്സിലാവും. പ്രൊമോഷനല്ലേ എല്ലാം നമ്മളെ പയ്യന്മാർ കണ്ട. അത് ആക്ഷനാണ്. അങ്ങനെ വണ്ടിയുടെ വാഷ് കഴിഞ്ഞു. പോടാ. വണ്ടിയുടെ ഇപ്പോഴത്തെ ആ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇതിനെ കൊണ്ടൊന്ന് വാഷ് ചെയ്തത്. നമ്മൾ കൈക്ക് കഴിയല്ലേ, ഇത്രയും ഭംഗി വരില്ല. ഇങ്ങോട്ട് നോക്ക് എൻ്റെ മോനെ, ഇങ്ങോട്ട് നോക്കടാ. സെറ്റായി കേട്ടോ അത്. എനിക്കെന്തോ വണ്ടിയുള്ളത് ഇങ്ങനെ ഇരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ വണ്ടികളും കൊണ്ട് നടക്കണം അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം കേട്ടോ, നിങ്ങളെ വണ്ടി സർവീസ് ചെയ്യുമ്പോൾ ഷൈനിങ് ഓയിൽ അടിക്കുമ്പം ഈ ഡിസ്ക് നിങ്ങൾ തുടച്ചിട്ടാണ് എടുത്തുകൊണ്ട് പോകാനേ. എനിക്കൊരിക്കലും ഒരു അബദ്ധം പറ്റി. അതിനുശേഷം ഞാൻ ഡിസ്ക് തുടച്ചിട്ട് എടുത്തുകൊണ്ട് ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ ഡിസ്ക് ഹീറ്റ് ആവണം. അല്ലാതെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. മോനെ സുഗുണ എങ്ങനെയുണ്ട്? ഓ അത് ഷൈനിങ് ഓയിൽ അടിച്ചേക്കണോട്ടോ. ഓ എടാ, അവൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന വണ്ടി. അല്ലെങ്കിൽ ഈ ഒരു കോലത്തിൽ കിട്ടും, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് തന്നെ. ഞാൻ ഡിമാനിയല്ലടാ, വണ്ടി സർവീസ് എല്ലാം അവിടെ തന്നെ കൊടുക്കണം. അവന്മാരെ നല്ല രീതിയിൽ ചെയ്ത്. കൊള്ളാം, സെറ്റപ്പായ. അത് മതി. വാ നമുക്ക് ചായ പിടിക്കാം. പോട്ടാ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാണ്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് വലിയൊരു കണ്ടൻറ്റ് തരാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറേ ദിവസം വീഡിയോ കാര്യങ്ങൾ ചെയ്യാതിരുന്നത് കേട്ടോ. വെറുതെ വീഡിയോ ആയിട്ട് വെറുപ്പിക്കണമെന്ന് വിചാരിച്ച് ഏകദേശം ഒരു 10-39 ദിവസത്തോളം വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോസ് വരും, ഒന്ന് വെയിറ്റ് ചെയ്യ്. വേറെ യൂട്യൂബേഴ്സ് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യണമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും മാറ്റമൊന്നും ഉണ്ടാകാൻ പോണില്ല. എന്നാലും ഞാനിപ്പോൾ കുറച്ച് മെമ്മറീസ് സേവ് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അങ്ങനെ കാണുന്നുള്ളൂ യൂട്യൂബ്, അല്ലാതെ പ്രത്യേകിച്ച് വലിയ യൂസൊന്നും യൂട്യൂബിലില്ല. അതുകൊണ്ടാണ് ഞാൻ തീരെ അങ്ങ് വിട്ടത് കേട്ടോ. അതാണ് വാസ്തവം ഉള്ള കാര്യം പറഞ്ഞാൽ. അപ്പോൾ ഇതെന്തായാലും ഇന്ന് അല്ലെങ്കിൽ അമ്മച്ചി ഇതോടെ കൂടാവുന്നത്, ഇന്ന് അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഈ വണ്ടി പോവും കേട്ടോ. വണ്ടി ഓൾറെഡി സെയിലായി, അവർ കൊണ്ടുപോകണമെന്ന് ചിലപ്പോൾ നാളെയോ
ഇന്നോ കൊണ്ടുപോകും, ഇന്ന് വൈകുന്നേരമായിട്ട് കൊണ്ടുപോകും വരികയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും നല്ല നല്ല വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ റീലായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റയോടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ചാനലിൻ്റെ അതേ സെയിം പേര് തന്നെയാണ്. പിന്നെ ഇൻസ്റ്റയിൽ എല്ലാവരും ലൈവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ തീരെയും നമ്മൾ അതിലോട്ടായത്. ആൾക്കാർ കംപ്ലീറ്റ് അതിലാണ് ഇപ്പോൾ. എന്നുവെച്ചാൽ ഒരു മെസ്സേജ് ഇട്ടാൽ പോലും ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാണ് എനിക്ക് തോന്നുന്നത്, അതാണ് മെയിൻ പ്രശ്നം എന്ന് തോന്നുന്നത്. കുറച്ച് ജാടയൊക്കെ ഇട്ട് നിൽക്കണമായിട്ട് യുവമാർക്കൊരു വിലയുണ്ട്. നമ്മൾ തീരെ നമ്മുടെ പയ്യന്മാരല്ലേ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഇവനൊക്കെ പുച്ഛം. അത് കുഴപ്പമില്ല, പുച്ഛിച്ചോ. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.